ഇത് നമുക്ക് ഇങ്ങനെ ബുക്ക് ചുമരിൽ തൂക്കിയിട്ടിട്ട് ബുക്സോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിടാനായിട്ടോ അല്ലെങ്കിൽ ബ്രഷ് സാധനങ്ങളൊക്കെ ഇടാനായിട്ടുള്ളത് ബാംബൂല് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അത് മറ്റേ ഇത് മണി ബാങ്ക് മണി ബാങ്കിന്റെ വുഡിന്റെ പൈസ സിലിണ്ടർ മോഡല്. അതിന് തന്നെ പല മോഡലുണ്ട്, ഹൗസ് മോഡലുകൾ, അങ്ങനത്തെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് കുന്നിക്കുരുട്ടാ, പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പറക്കി വന്നിട്ടുള്ള കുന്നിക്കുരു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. ഇവിടെ ഉണ്ട്. ഇത് സ്പൈസസ് ആണ്. സ്പൈസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിന് വേറെ മോഡലുണ്ട്, വള്ളത്തിന്റെ മോഡലിൽ സ്പൈസസ് ഇടുന്ന ടൈപ്പുകളുണ്ട് പല. ഇത് നമ്മുടെ കേരള സ്പൈസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇത് ട്രാക്ടറല്ലേ, ഓടുന്നതല്ലേ, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളത്. അത് ട്രാക്ടറാണ്. ഇതിന് എത്ര റേറ്റ് വരാം ഈ ട്രാക്ടറിന്? 540. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ട്രാക്ടർ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ ഡിവൈൻ ഗ്രേസിന്റെ സെയിം അവരുടെ ഷോപ്പാണ്, ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് പേര്. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ നമുക്ക് ചേട്ടൻ്റെ ഷോപ്പ് തന്നെയാണ് ഇതും. ഷൈൻ ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ഇതിന്റെ പേര്. വർഷങ്ങളായിട്ടുള്ളതാണ്, വർഷങ്ങളായിട്ട് ഉള്ള ഒരു ഷോപ്പാണ്. ഹോൾസെയിൽ സപ്ലൈ ഉണ്ട്. ഹോൾസെയിൽ സപ്ലൈ 26 വർഷമായിട്ട് നമ്മൾ ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് നേരിട്ട് യൂണിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടത് ഒരു വെറൈറ്റി സാധനമാണിത്. ഇത് എന്തായിരുന്നു കേട്ടോ? തടിയാണ്, തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ ചെയിനൊക്കെ തടി തന്നെയാണ്. തടി തന്നെയാണ് ഫുള്ള്. ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് ഭസ്മത്തട്ട്. ഇത് നമ്മൾ പൂജാമുറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഭസ്മത്തട്ട് എന്നാട്ടത് ഇതിന്റെ പേര് വരുന്നത്. ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസുകൾ ഉണ്ട്. ഇതൊക്കെ എന്തായിരുന്നു ശരിക്കും? ഇതൊക്കെ ഇങ്ങനെ ഫ്ലവർ തെറ്റിട്ട് ഇങ്ങനെ ഫ്ലവർ വെക്കാനുള്ള സംഭവങ്ങളാട്ടോ. ഇതൊക്കെ അങ്ങനത്തെ ഒരുപാട് ഫ്ലവർ വിത്ത് സ്വീറ്റ്സ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബാമ്പുവിന്റെ. ഇത് ശരിക്കും ബാമ്പൂലാണോ ചെയ്തിരിക്കുന്നത്? ഇതെല്ലാം ബാമ്പൂലാട്ടോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ബാമ്പുവിന്റെ ഉണ്ട്. ഇതൊക്കെ ഈറ്റയിൽ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ഈറ്റയിലാണ് ചെയ്താണ്, ഇത് ബാമ്പൂലാണ് ചെയ്താണ്. അങ്ങനെ നല്ല വെറൈറ്റി കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതെന്ത് ടൈപ്പ് ആയിരുന്നു? ഇത് എന്തായിരുന്നു? ലാംഷെയ്ഡ് ആണ്. ലാംഷെയ്ഡ് ഒത്തിരി വെറൈറ്റികളുണ്ട് നമുക്ക് അവിടെ, അത് നമുക്ക് കാണാം. പിന്നെ ഇത് കിളിക്കൂട് അല്ലേ? കിളിക്കൂട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതെന്തായിരുന്നു ശരിക്കും? അത് ഇങ്ങനെ മന്ത്രകോടിയൊക്കെ കല്യാണത്തിന് മന്ത്രകോടിയൊക്കെ പിടിച്ചിട്ട് പോകാനുള്ള ആ ഒരു സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്യാത്തതുകൊണ്ട്, അല്ലാത്ത നോർമലായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. നമ്മളത് അതന്നെയാണോ? അതിന് ഉപയോഗിക്കാം. സ്വീറ്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മള് ആപ്പിളും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ. സ്വീറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഗിഫ്റ്റ് റാമ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടെയ്നറുകൾ നമുക്ക് എന്തെങ്കിലും ഇട്ടുവയ്ക്കാനായിട്ടുള്ള കണ്ടെയ്നർ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും പല മോഡലുണ്ട്, പല വലിപ്പത്തിലുള്ള ടൈപ്പ് ഉണ്ട്, പല ഷേപ്പ്, പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഇത് ഫ്ലവർ റൈസ് അല്ലേ? ഇതെല്ലാം ഇത് എന്തിനും? അത് ക്ലേ ആണ്. ഇത് ക്ലേ ആണ്. ഇത് പിന്നെ ഉണ്ടാക്കിയൊരു ഭംഗിക്ക് വെച്ചായിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? ഫ്ലവർ റൈസ് തന്നെയാണോ? ഫ്ലവർ റൈസ് തന്നെ. അത് ബാമ്പൂന്റെ ആണ്. മുളയിൽ ഉണ്ടാക്കിയതാണ്. ബാമ്പൂല് ഉണ്ടാക്കിയ ഫ്ലവർ റൈസ് ഉണ്ട്. ഇത് കോഫി. ഇത് ഫ്ലവർ റൈസ് തന്നെയാണ്. ഫ്ലവർ റൈസ് തന്നെ. ഫ്ലവർ റൈസ് തന്നെയാണ്. ഇതെന്തായിരുന്നു സാധനം? അത് സൈസ് പുറത്തുനിന്ന് വരുന്നതാണ്. അതിങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് ബൈബിൾ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. വലിയൊരു ബൈബിൾ സ്റ്റാൻഡ്. അത് കോഫിയുടെ വുഡാണ്. അത് കോഫിയുടെ വുഡ്. രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻഡിൽ വെക്കാം, അതല്ലെങ്കിൽ ഫ്ലവർ വെക്കാം. ആ ഒരു ബൈബിൾ ബുക്ക് നമുക്ക് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ആ ഒരു സാധനം കേട്ടോ ഇത്. പിന്നെ കോഫിയുടെ സ്റ്റാൻഡാണത്. ഫ്ലവർ സെറ്റ് ചെയ്യാനുള്ള കോഫി സ്റ്റാൻഡാണ് ഇത്. മറ്റേ കുർബാന സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ടൈപ്പ്. അതിന്റെ ക്രൗണും ക്യാൻഡിൽ സെറ്റ് ചെയ്യാനുള്ള ടൈപ്പ് ഒരു സെറ്റ് വരുന്നതാണല്ലോ. ക്രൗണും ക്യാൻഡിലും അങ്ങനെ സെറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നോർമൽ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സപ്പറിന്റെ വലിയ ഒരു ഫ്രെയിം ഉണ്ട് ഇവിടെ. പെയിന്റിംഗ് ആണത്. ഇത് പെയിന്റിംഗ് ആണ്. ക്യാൻവാസ് പെയിന്റിംഗ് ആണ്. ക്യാൻവാസ് പെയിന്റിങ്ങിന്റെ വലിയ ഫ്രെയിം ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇത്
വടികളല്ലേ? ആ ബാക്കി സ്റ്റിക്കുകൾ പല വാക്കിംഗ് സ്റ്റിക്കുകൾ കേട്ടോ, പല പല സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ കോക്കനട്ട് വുഡിന്റെ ഉണ്ട്, റോസ് വുഡിന്റെ ഉണ്ട്, അങ്ങനെ പല ടൈപ്പുകളിലെ ഉണ്ട്. വാക്കിംഗ് സ്റ്റിക്കുകൾ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള വാക്കിംഗ് സ്റ്റിക്കുകൾ ഉണ്ട്. ഇതൊക്കെ എല്ലാം ഫ്രിഡ്ജ് മാഗ്നറ്റ് മോഡൽ. ഫ്രിഡ്ജ് മാഗ്നറ്റിന്റെ മോഡലുകളാട്ടോ അത് ഇവിടെ വരുന്നത്. ഒരുപാടുണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എത്രയാണ്? സ്റ്റാർട്ടിങ് 50 രൂപയ്ക്കുള്ള 50 രൂപ മുതൽ ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും വീല്, തടിയുടെ വീല് വീട്ടുകളിൽ ചെയ്താണ്. ഷോപ്പീസായിട്ട് വെക്കാനുള്ള എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ചുമരില നമുക്ക് വെക്കാൻ പറ്റിയ വീലുകളാണ് കേട്ടോ അത്. പിന്നെ ഇത് ഫ്ലവറൈസ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ആനയുടെ രൂപം കണ്ടു. ഇത് തടിയിൽ ചെയ്തതല്ലേ? അതോ തടിയിലുള്ളതാണ്. റോസ് വുഡിൽ ചെയ്തൊരു ആനയുടെ നല്ല നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി. അതിന് തന്നെ പല സൈസിലുള്ളതല്ലേ? പല വലിപ്പത്തിലുള്ളതുണ്ട്, പല ടൈപ്പുള്ള. ഇതൊക്കെ വേറെ വുഡാന്ന് തോന്നുന്നത്. വേറെ നോർമൽ വുഡാണ്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടത് നല്ല ഒരു ഷിപ്പ് 5 അടി ലെങ്ത് വരുന്ന ഷിപ്പാണത്. ഷിപ്പുണ്ടോ? അതേ കണ്ടത്. ഇതിങ്ങനെ മരത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഷിപ്പാണ്. ഇത് എന്ത് വുഡാണ് ചേട്ടത്? ഇത് നോർമൽ വുഡാണ്. MDF സൈഡൊക്കെ MDF ചെയ്തിട്ടുള്ള ടൈപ്പ്. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഹൗസ് ഒക്കെ വരുന്നത് തടിയാണ്. ഇതിനുള്ളിൽ ഹൗസ് ബോട്ടാണുള്ളത്. ഒരു ഷിപ്പ് മോഡലാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതായത് ഇതൊക്കെ വേണ്ടവർ അതിന്റെ എല്ലാ വലിപ്പങ്ങളുണ്ട്, പല സൈസുകളുണ്ട്. ഏത് വലിപ്പം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് വലിപ്പത്തിൽ വേണമെങ്കിൽ. ഇത് എന്തായിരുന്നു? അത് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന ഇതാണ്. ആ ഒരു സാധനം കേട്ടോ. തടി കൊണ്ടുള്ള എഗ്ഗാണ്. തടി കൊണ്ടാണ്. ഷോപ്പീസാണ്. ബാങ്കുകള്, വുഡിന്റെ ബാങ്കുകള്. ഇത് നമ്മുടെ പമ്പരം കുട്ടികൾക്ക് കളിക്കാനുള്ള ടൈപ്പുകൾ അത് ഇവിടെ ഉണ്ട്. പിന്നെ കീ ചെയിനുകളാട്ടോ ഇതുണ്ട്. ഇതെന്തായിരുന്നു സാധനം? ഇത് നമുക്ക് ഇങ്ങനെ ചുമരിൽ തൂക്കിയിട്ടിട്ട് ബുക്സോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കിയിടാനായിട്ടോ അല്ലെങ്കിൽ ബ്രഷ് സാധനങ്ങളൊക്കെ ഇടാനായിട്ടുള്ളത് ബാമ്പൂല് ചെയ്തിട്ടുള്ള ടൈപ്പാണ്. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്. ഇതിങ്ങനെ കണ്ടെയ്നറായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനുള്ള ടൈപ്പുകൾ തന്നെ. ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് കാണുന്നത്. ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ പ്രൈസ് ഇതിന് ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതെന്തായിരുന്നു? ഇതൊക്കെ ബോക്സുകളാണ്. ഓരോ ടൈപ്പ് ബോക്സുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ അതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനോ ടൈപ്പ് ആയിട്ടുള്ള ബോക്സുകൾ. പല വലിപ്പങ്ങളുണ്ട്, പല മോഡലുണ്ട്. കാർവിംഗ് ടൈപ്പുകളുണ്ട്, പല മോഡലുകളുണ്ട്. ബോക്സുകളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ അങ്ങനത്തെ ബോക്സുകളാണ്. റോസ് വുഡിന്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് വെറൈറ്റി കപ്പും സോസറും എല്ലാം അടക്കം കേട്ടോ. ഈ ഒരു സെറ്റ് വരുന്നത് ഇത് നല്ല അടിപൊളി സാധനമായിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ പല ഇതൊക്കെ ബാമ്പുവിന്റെ ട്രേകളാണ് കേട്ടോ. ബാമ്പുവിന്റെ ട്രേകളുണ്ട്. വലിയത് മുതൽ പല പല സൈസിലുള്ള ബാമ്പു ട്രേകളാണ് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇതാണല്ലോ നേരത്തെ പറഞ്ഞ ഷിപ്പിന്റെ ചെറിയ സൈസ് വരുന്നത്. അവിടെ കണ്ട ഷിപ്പിന്റെ ചെറിയ സൈസുകളാണ്. വലുത് മുതൽ പല മോഡലുകൾ അതിന്റെ മോഡലുകളാട്ടോ ഇവിടെ ഇരിക്കുന്ന. വലുത് മുതൽ ചെറുത് വരെ. പിന്നെ മയിലിന്റെ രൂപം ഇരിക്കുന്നുണ്ട്. മയിലുണ്ട്, മാനുണ്ട്, അങ്ങനത്തെ മരത്തിൽ ഒക്കെ മരത്തിൽ നല്ല അടിപൊളി സാധനങ്ങളാട്ടോ അത്. പിന്നെ ഇതൊരു വെറൈറ്റി ആണല്ലോ വഞ്ചി. കെട്ടുവെള്ളം എന്ന് പറയും. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഷോപ്പീസ് ഐറ്റംസ് അങ്ങനത്തെ പല വലിപ്പങ്ങളുണ്ട്. ഇതിന്റെ ഇത് മണി ബാങ്കിന്റെ വുഡിന്റെ പൈസ സിലിണ്ടർ മോഡല്. അതിന് പല മോഡലുണ്ട്. ഹൗസ് മോഡലുകൾ, പല വെറൈറ്റികളുണ്ട്. ഇത് നമ്മുടെ ഒരു മറ്റേ ഗവൺമെന്റിന്റെ അശോകസ്തംഭം വരുന്നത് ആ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ പല സൈസുകളുണ്ട് കേട്ടോ. അവിടെ പല പല സൈസുകളുണ്ട്. ഇതെന്തായിരുന്നു സാധനം? അതൊക്കെ വിസിറ്റിംഗ് കാർഡ് വിസിറ്റിംഗ് കാർഡ് ഇട്ട് വെക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് കുങ്കുമച്ചപ്പാട്ടത്. കുങ്കുമം ഇട്ട് വെക്കാനുള്ളതാണ്. എല്ലാം വുഡിനുള്ളതാണ് ടൈപ്പാണ്. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്, പല സൈസും ഉണ്ട്.
ഇത് ചെയറാണോ? ചെയറല്ല, ഇത് ടീ കോസ്റ്ററാണ്. ആ, നമ്മള് ഇതേപോലെ ഒരു പീസുകൾ എടുത്തിട്ട് ടേബിളിൽ വെക്കുമ്പോൾ ഒട്ടിച്ച് അതിനെ ഒട്ടിച്ച് വെച്ചാൽ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തിട്ട് ചായ വെക്കാനായിട്ടൊക്കെ ടേബിളിൽ വെക്കില്ലോ. അപ്പൊ അതിന്റെ അടിയിൽ ഗ്ലാസ് വെക്കാനായിട്ടുള്ള ഇതാണത്. നമുക്ക് ടേബിൾ സെറ്റ് ചെയ്തിട്ട് വെക്കുകയും ചെയ്യും. ഇതൊക്കെ അതിന്റെ മോഡലൊക്കെ തന്നെയാണ്. പല പല മോഡലുകളാണ്. ഇതെല്ലാം കാണാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇരിക്കുമ്പോ ഇതോ തന്നെയാന്ന് തോന്നുന്നത്. ഇതൊക്കെ ആ ഒരു ടീ കോസ്റ്ററിന്റെ മോഡലുകളാണ് കേട്ടോ. ഇത് പിന്നെ ഇത് വേറെ എന്തോ മൊബൈൽ സ്റ്റാൻഡ് വിത്ത് വിസിറ്റിംഗ് കാർഡ് ഒക്കെ വെക്കാൻ ടൈപ്പ് മൊബൈൽ സ്റ്റാൻഡ് ഓഫീസ് യൂസിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. ചെറുത് മുതല് ചെറുതാവണല്ലോ, ചെറുത് മുതല് ഇതാ വലിയത് വരെ ഉണ്ട്. പല പല ഷിപ്പുകളുടെ ഐറ്റംസുകൾ ഉണ്ട്. മൊബൈൽ ചാർജ് നമുക്ക് ചുമരില് പിടിപ്പിക്കാൻ പറ്റിയ ഇതൊക്കെ എത്ര രൂപയായിരിക്കും വരാ? ഇതൊക്കെ 180 തുടങ്ങി പല റേഞ്ചിന് 130 ഉണ്ട്. അങ്ങനെ പല പിന്നെ ഇതൊക്കെ സ്റ്റാൻഡുകളാണ്. ഭിത്തിയിൽ വെക്കുന്ന രൂപങ്ങൾ വെക്കാനോ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടോ സ്പീക്കറുകളോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇത് പീരങ്കിയാന്ന് തോന്നുന്നല്ലോ. അതിപ്പോ ഷോ പീസ് ഐറ്റംസ് ആണ്. പീരങ്കി ഉണ്ട് കേട്ടോ. പീരങ്കിയുടെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഇവിടെ. ഇത് നല്ല ഭംഗിയുള്ളൊരു ഷിപ്പാണല്ലോ. ഭംഗിയുള്ള ഹൗസ് ബോട്ട് ഉണ്ട് ഇവിടെ. പിന്നെ അത് കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഫുള്ള് തടിയിൽ ചെയ്തെടുത്ത പഴയ മോഡല് ഒരു കാറാണ് കേട്ടോ. ഇത് വീലൊക്കെ റണ്ണിങ് ആണെന്ന് തോന്നുന്നില്ല. വീലൊക്കെ റണ്ണിങ് ആണ് ഫുള്ള്. ആ ഒരു ടൈപ്പ് കൂടി ഉണ്ട്. ഇത് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അതാണോ? കണ്ടെയ്നേഴ്സ് ആണോ? അങ്ങനത്തെ ബൗളുകളാണ് അതുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ഇടങ്ങഴി പഴയ നമ്മൾ വീടുകളിൽ അളവ് പാത്രം ഇടങ്ങഴി. നമ്മൾ ഇടങ്ങഴി ഇടുന്ന ആ ഒരു പഴയ നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പ് സാധനം അളവ് പാത്രം അതുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇത് പഴയ ഒരു മറ്റേ ഗ്രാമഫോണിന്റെ ചെറിയ ഒരു മിനിയേച്ചറാണ് കേട്ടോ. അതെ, ഇത് ഗ്രാമഫോണിന്റെ ചെറിയ മിനിയേച്ചർ ഉണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? ഇത് ടൂത്ത് പിക്ക് ഇടുന്നതാണ്. ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് അടയ്ക്കൂലേ? ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഈ ബേഡ് വന്നു കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അത് നിൽക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ പറ്റും. ഇത് വെറൈറ്റി സംഭവമാണ്. ഇതിൽ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനത്തെ വെറൈറ്റി സംഭവമാണ്. ഇത് റൂബിക്സ് ക്യൂബ് ആണോ? അങ്ങനെ കളിക്കുന്ന റൂബിക്സ് ക്യൂബ് ഉണ്ട്. അത് മരത്തിൻ്റെ ആണ്. റൂബിക്സ് ക്യൂബുകളുണ്ട്. ഇതൊരു കേരള ഗോഡ്സ് ഓൺ കൺട്രിയുടെ ചെയ്തിട്ടുള്ളതാണ്. ഇത് വുഡിൽ ചെയ്ത് വൈൻ കുടിക്കാനുള്ള വൈൻ ഗ്ലാസ് ആട്ടോ. അതായത് വുഡിൽ ചെയ്തതുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ആണ്ടത് ഇത്. ഈ ഒരു ഇതുണ്ട്. പിന്നെ ഇത് ഫ്ലവറൈസ് ആണ്. നമുക്ക് ഫ്ലവറൈസുകൾ ഉണ്ട് കേട്ടോ. നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഉള്ള വുഡിലെ ഡിസൈൻസ്. പൊടിയുടെ ശല്യം അത് കവറിൽ കുഴപ്പമില്ല. അപ്പോൾ ഫ്ലവറൈസുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇത് വഞ്ചി. ചുണ്ടൻവള്ളത്തിന്റെ ചെറിയൊരു വഞ്ചികളുണ്ട്. ചുണ്ടൻവള്ളത്തിന്റെ ചെറിയൊരു റോസ് വുഡിൽ ചെയ്തിട്ടുള്ള ടൈപ്പുകളാണ്. ഇവിടെ പല സൈസിലും പല ടൈപ്പ് വിത്ത് മെന്നുള്ള ടൈപ്പുകൾ പല വലിപ്പങ്ങളുണ്ട്. അതിന്റെ ഫുള്ള് ഹൗസ് ബോട്ടുകൾ ഉണ്ട് കേട്ടോ. മുകളിലിരിക്കുന്നതൊക്കെ ലാം ഷെയ്ഡുകളാണ്. ഇതൊക്കെ ലാം ഷെയ്ഡുകളാണ്. പിന്നെ അതേ ഹൗസ് ബോട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മള് കേരളത്തിന്റെ തനിമ പറയപ്പെടുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഹൗസ് ബോട്ടുകൾ കാര്യങ്ങളും. ഇതൊരു ബുക്ക് സ്റ്റാൻഡാണിത്. ബുക്ക് സ്റ്റാൻഡ് ഇതാ. ബുക്കിൽ വെച്ചിട്ട് വായിക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഫോൾഡിങ് ടൈപ്പാണ്. ബുക്കിൽ വെച്ചിട്ട് നമുക്ക് പേജ് മറന്നു പോകാതിരിക്കാനായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ബുക്ക് സ്റ്റാൻഡ് അവിടെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കപ്പാണോ? അതൊക്കെ ബാമ്പുവിന്റെ കപ്പുകളാണ്. അതായത് നമുക്ക് ചായ ഇത് ഷോപ്പീസാണോ അതോ? ഷോപ്പീസല്ല, യൂസ് ചെയ്യാം. നമുക്ക് ചായ കുടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചായക്കല്ല, കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ചൂടുള്ളതല്ല, കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റിയ ചെറിയ കുഞ്ഞു കപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ പിന്നെ ഇവിടെ ഉള്ള ഹൗസ് ബോട്ടിന്റെ സാധനങ്ങളൊക്കെ വെറൈറ്റി ഹൗസ് ബോട്ടുകൾ ഉണ്ട് ഇവിടെ. പിന്നെ ആനകളുടെ അവിടെ വലിയ കണ്ട ആനയുടെ കുഞ്ഞു രൂപം മുതലുണ്ട് കേട്ടോ.
രൂപല്ല, കുഞ്ഞ സൈസ് മുതൽ ക്രാഫ്റ്റ് ചെയ്തതാണ്. ഇതേ പല പല ആനകളുടെ രൂപങ്ങളല്ല, എന്നിട്ട് ഫ്രെയിമിൽ ഇത് വുഡിൽ കൊത്തിയെടുത്ത സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ ആനകൾ അത് വേറെ കളർ ചേഞ്ചാണ്, അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന ആനയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഉണ്ട് കേട്ടോ. അവിടെ നെറ്റിപ്പട്ട കെട്ടിയ ആനയുടെ മിനിയേച്ചർ ഉണ്ട്. പിന്നെ ഇത് സോപ്പ് ഇടുന്നതാ. സോപ്പ് അത് കോക്കനട്ട് ഷെല്ല് തന്നെയാണ്. കോക്കനട്ട് ഷെല്ല് അത് കാണാൻ നല്ല രസമുണ്ട്. കോക്കനട്ട് ഷെല്ലിന്റെ സോപ്പ് ഇട്ട് വയ്ക്കുന്ന സാധനം ഉണ്ട്. പിന്നെ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുന്ന ടൈപ്പിൽ. ഇത് കോക്കനട്ട് ഷെല്ലാണോ? കോക്കനട്ട് ഷെല്ലാണ് കേട്ടോ. ഇതൊക്കെ കോക്കനട്ട് ഷെല്ലുകളാണ്. ഇത് ഐസ്ക്രീം കപ്പാണത്. സ്പൂൺ അടക്കം ഐസ്ക്രീം കപ്പ് ഉണ്ട്. ഇതൊക്കെ കോക്കനട്ട് ഷെല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആനയാണോ? ഇത് ആനയുടെ സ്റ്റാൻഡാണ്. ചുമരിൽ പിടിപ്പിക്കുന്ന സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് പിടിപ്പിക്കുന്നതാണ്. നമുക്ക് ഫിഗറൊക്കെ വെക്കാനായിട്ട്, റൂമുകളൊക്കെ വെക്കാനായിട്ട് ആനയുടെ വരും. നമുക്ക് മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണത്. പിന്നെ അത് എന്തായിരുന്നു അവിടെയിരിക്കുന്ന ആ ഒരു വലിയ വുഡ്? ഇത് നമ്മള് പ്ലാന്റ് വെക്കാനായിട്ട് ചുമ്മാ ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ടെസ്റ്റ് ട്യൂബ് സെറ്റ് വെച്ചിട്ട് നമുക്ക് അതിൽ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് കോഫി വുഡാണ്. കോഫി വുഡാണ് അത്. അതിന്റെ അങ്ങനത്തെ വെറൈറ്റികൾ. ഇതൊക്കെ കോഫി വുഡിന്റെ സ്റ്റാൻഡാണ്. അതൊക്കെ വലുത്. ഇത് നമുക്ക് ചുമരിലൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാൻഡുകളാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡുകളാണ്. കണ്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പ്രൈസ് ഒക്കെ അറിയാനായിട്ട് ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാട്ടോ. അപ്പോൾ ആള് പറഞ്ഞുതരും. ഇതെന്തായിരുന്നു? അത് ചെയ്തിട്ടുള്ള കോക്കനട്ട് ഷെഡിൽ ചെയ്തിട്ടുള്ള ഗണപതിയുടെ ചുമ്മാ തൂക്കിയിടാനായിട്ട് ഉള്ളതല്ലേ? മറ്റേതല്ലേ, ഇത് ചെയ്യും തടിയുടെ ഷോപ്പീസ് ഐറ്റംസ്. ഇതാണ് ഞാൻ അത് നെൽക്കതിര്. ഒറിജിനലാണോ? അത് ഒറിജിനൽ നെൽക്കതിരാണ്. പല വലിപ്പത്തിലുള്ളതുണ്ട്. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇവിടെ ഇത് നമ്മുടെ ചെണ്ട, മദ്ദളം അങ്ങനെയുള്ള സെറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. സിംഗിൾ ടൈപ്പുകളുണ്ട്. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വുഡിൽ ചെയ്തതാണ്. ഇതേ കണ്ട, ഇതൊക്കെ കണ്ട നല്ല അടിപൊളി രസം, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കുന്നിക്കുരുട്ടാ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പറക്കി വന്നിട്ടുള്ള കുന്നിക്കുരു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ ഈ ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. ഇവിടെ ഉണ്ട്. ഇതൊന്നും ഇപ്പം അങ്ങനെ കിട്ടാനില്ല സാധനങ്ങളൊന്നും. അപ്പോൾ ഇവിടെ ഉണ്ട് ഇത്. പിന്നെ ഇത് തേങ്ങ ഉണ്ടോ? അടിപൊളി കോക്കനട്ടിൽ ചെയ്തതാണ് കേട്ടോ. കോക്കനട്ട് ഫുൾ കോക്കനട്ടിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കണാണല്ലേ. ഇത് ഗണപതിയുടെ രൂപമാണ്. കോള് പപ്പായയുടെ ഉള്ളില് എലി അണ്ണാൻ വന്ന് തിന്നണത്. അണ്ണാൻട്ടാ, അണ്ണാൻ വന്ന് തിന്നുന്ന ഒരു ഇതാണ്. പിന്നെ ആന കോക്കനട്ടിന്റെ മേലെ ഇരിക്കുന്ന ഒരു ആനയുടെ പോലത്തെ രൂപം. പിന്നെ കോഴിയുണ്ട് കേട്ടോ. അതേ ഒരു കോഴിയുടെ രൂപമുണ്ട്. ഇത് അണ്ണാൻ പൈനാപ്പിളോ എന്തൊരു ചക്കയാണ് ഇത്. അണ്ണാൻ അത് തിന്നുന്ന ഒരു ഇതാണ് കേട്ടോ. അത് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അതേ ഇവിടെ എനിക്ക് കൂടുതലും ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് നല്ല കീ ഹോൾഡർ ഇങ്ങനെ വെക്കുന്നത് അല്ലേ? ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതില് കീയൊക്കെ തൂക്കിയിടാൻ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനത്തെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് വേണ്ടവരുണ്ടെങ്കിൽ ഇത് ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടോ. ഇത് ഫ്രെയിം തടിയിൽ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. നമുക്ക് ചുമ്മാ വെക്കാനൊക്കെ വാൾ ഹാങ്ങിങ് വെക്കാൻ പറ്റിയ ഫ്രെയിം ആട്ടോ. ഇത് തടിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഷിപ്പിന്റെ മോഡൽ. ഇത് സ്പൈസസ് ആണ്. സ്പൈസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിന് വേറെ മോഡലുണ്ട്. വള്ളത്തിന്റെ മോഡലിൽ സ്പൈസസ് ഇടുന്ന ടൈപ്പുകളുണ്ട്. ഇത് നമ്മുടെ കേരള സ്പൈസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ചെറിയ ഫ്രെയിം. 5 സ്റ്റെപ്പ് ആയിട്ടുള്ള അതിൽ മണലാണത്. ഓക്കെ 5 സ്റ്റെപ്പിൽ ചെയ്ത് പല കളർ മണലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, അതിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ വലിയതുണ്ട് ഇവിടെ. അതെ, ചെറുതും ഒരു ബിന്ദു അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവം. തടിയിൽ ചെയ്തിട്ടുള്ള കാളയാന്ന് തോന്നുന്നില്ലേ അത്? കാളയുടെ ഒരു ഇതുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു ഈ സാധനം? അത് ബാങ്കിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്റ്റാൻഡാണ്. ബാങ്ക് സ്റ്റാൻഡ് തടിയിൽ ചെയ്തിട്ടുള്ളത്. ബാങ്ക് സ്റ്റാൻഡാണ് കേട്ടോ ഇത്.
പിന്നെ ചപ്പാത്തി പലകകൾ, ഇത് ആവണി പലക, ആവണിപ്പലക ഉണ്ട്, ചപ്പാത്തി പലക. ഇത് നമ്മുടെ ശർക്കര ഒക്കെ ഇട്ട് വയ്ക്കുന്ന അങ്ങനത്തേതാണോ? അതിൻ്റെ അല്ല, അത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം കളിക്കാനുള്ള ഒരു തടി കൊണ്ടുള്ളത് ചെയ്തിട്ടുള്ളൊരു സെറ്റാണത്. കുട്ടികൾക്ക് ഗെയിം കളിക്കാനൊക്കെ ഉള്ള ഒരു സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് കുറച്ചൊക്കെ പഴയ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ഇങ്ങനെ ബോട്ടില്, ഇത് കയറ് ചുറ്റിയ ബോട്ടിലാണ്. അതെ, ഇത് അതിന്റെ തന്നെ വേറെ മോഡലുണ്ട്. ബാംബു രാജാക്കന്മാരൊക്കെ കുടിക്കാനായി വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് സാധനമായിട്ടത്. ഇനി ഇത് വലിയ ഫ്ലവർ വൈസ് ഇട്ടത്, അത് ഫ്ലവർ വൈസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ബഞ്ചൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫീമെയിലിന്റെ ഒരു പഴയ നമ്മുടെ ആൾക്കാരുടെ അതെല്ലാം കാർവിംഗ് ആണ്, ഹാൻഡ് കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കർഷകരും അങ്ങനെയുള്ള കർഷകർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെ, ഇത് പിന്നെ ഇതെന്തായിരുന്നു? നെൽക്കതിര, പനങ്കൊല മീൻസ് നമ്മള് പണ്ട് ഈ ഇവരൊക്കെ മുത്തപ്പനൊക്കെ വരുമ്പോ ഇങ്ങനെ ഫ്രണ്ടില് വെക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മള്? അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് പറയും നെൽക്കതിരും. ഇത് മുളയില് ഇത് ബോട്ടിലുകളാണ്. ഇത് പുട്ടുകുറ്റിയാട്ടോ, അതെ, ബാമ്പുവിന്റെ പുട്ടുകുറ്റിയാണ് ഇത്. അതുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഇത് ഫ്ലവർ റൈസ് അല്ലേ? ഇതൊക്കെ ഫ്ലവർ റൈസ്. ഇത് ചിരട്ടയിൽ ഉണ്ടാക്കിയെന്നാണോ? ഇതൊക്കെ ചിരട്ടയാട്ടോ, ചന്ദനത്തിരി കത്തിച്ച് വെക്കാൻ പറ്റിയത്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇതെന്തായിരുന്നു കേട്ടോ? ഇത് കുങ്കുമട്ട വയ്ക്കാൻ പറ്റിയ ആ ഒരു സംഭവം, ആ ഒരു സാധനം ഉണ്ട് ഇവിടെ. ഇതെന്തായിരുന്നു? അതും ചന്ദനത്തിരി കത്തിക്കുന്ന ടൈപ്പാണ്. ചന്ദനത്തിരി പല ടൈപ്പ് മോഡലുണ്ട് കത്തിക്കുന്നതാണ് കേട്ടോ. അതെ, അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇതൊക്കെ ഫ്ലവർ റൈസുകളാണ്. ഇതൊക്കെ ഫ്ലവർ റൈസുകളാണ്. ഇത് നമ്മൾ പൈസ ഇട്ട് വയ്ക്കുന്ന പൈസ ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നർ ആട്ടോ, ക്ലേയുടെ. അതുണ്ട്. പിന്നെ ഫ്ലവർ റൈസുകളാണ്. ഇതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിരുന്നു, അതേപോലത്തെ ഫ്ലവർ റൈസുകളാണ്. ഇത് പിന്നെ ഇത് ചകിരിയിൽ ഉണ്ടാക്കിയതാണോ? മറ്റേ കഥകളിയുടെ രൂപം, കഥകളിയുടെ രൂപം ഉണ്ട് കേട്ടോ. രണ്ട് മിക്സ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ട് കഥകളിയുടെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചെറിയ ഇങ്ങനെ വുഡിൽ തന്നെ ഉണ്ടാക്കിയതുണ്ട്. മാനാന്ന് തോന്നുന്നത്. മാനോ പശു ആണോ? സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിൻ്റെയാണ് ഇത്. അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇവിടെ. ഒരു രൂപമുണ്ട്, കൃഷ്ണൻ്റെ രൂപമുണ്ട്. പിന്നെ ഇത് പശുവിൻ്റെ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഹാൻഡ് ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയതിനേക്കാളും കൂടുതൽ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ചുമ്മാ ഷോപ്പീസ്, ഗണ്ണിൻ്റെ ഷോപ്പീസാണ്. നമുക്ക് വീട്ടിലൊക്കെ ചുമരുമ്പൊക്കെ വയ്ക്കാൻ പറ്റിയ അങ്ങനത്തെ ഗണ്ണിൻ്റെ ഇത് ഒരു വലിയതുണ്ട് ഇവിടെ. പിന്നെ ഒരു ചെറുതുണ്ട് കേട്ടോ. ഗണ്ണിൻ്റെ ഷോപ്പീസാണ് വരുന്നത്. പിന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, മൊമെന്റങ്ങൾ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ്. ബാമ്പുവിന്റെ ബാഗുകൾ, പല ടൈപ്പ് ബാഗുകളുണ്ട്. ബാമ്പു ബാഗുകൾ ഉണ്ട് കേട്ടോ. ചൂരലിന്റെ ബാഗുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇരിക്കുന്ന ചൂരലിന്റെ ബാഗുകളാണ്. ഉള്ളില് കോട്ടൺ, പിന്നെ മോളില് ചൂരലിന്റെ പല വലിപ്പങ്ങളുള്ള ടൈപ്പ് ഉണ്ട്. പല മോഡലുകൾ ഓഫീസ് ബാഗുകളുണ്ട്, ലേഡീസിന്റെ ഉണ്ട്, ഒത്തിരി മോഡലുകളുണ്ട്. പല ഷേപ്പിലുള്ളത് ബാഗുകളുണ്ട്. ഇത് എന്തായിരുന്നു? ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ ആ ഒരു സംഭവങ്ങളാണ് അവിടെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് ഗാന്ധിഗ്രാമിന്റെ ഐറ്റംസുകൾ, നെല്ലിക്കകള്, നന്നാരി സർബത്തുകള്, നെല്ലിക്ക കാന്താരി, പേരക്ക പാനീയം, നീലാമരി, ഹാൻഡ്മെയ്ഡ് സോപ്പുകള്, തേൻ ഐറ്റംസുകൾ, ചെറുതേ വഞ്ചൻ, ഗാന്ധിഗ്രാമിന്റെ ഐറ്റംസ് ആട്ടോ. പിന്നെ തേയില, കാപ്പിപ്പൊടി, ലെമൺ ഗ്രാസ് ഓയില്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഗ്രീൻ ടീ, ഗാന്ധിഗ്രാം, മുൾട്ടാണിമിട്ടി, അമുക്കരപ്പൊടി, ആ ഒരു ഈ ഒരു സെക്ഷനില് ആ ഒരു ഇതാട്ടോ വരുന്നത്. കുറച്ച് വരുന്നുണ്ട് ഇവിടെ. പതിമുഖം, കരിങ്ങാലി, വെള്ളത്തിലിട്ട് കുടിക്കാവുന്നത് പതിമുഖങ്ങള്, കരിങ്ങാലി, പതിമുഖം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ചായപ്പൊടി വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണല്ലോ. ഗിഫ്റ്റ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഇത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം മോഡിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തവികളാണോ? അതെന്ത് ചിരട്ടയും കൊണ്ട് ഇത് തൈര് കടയുന്നതല്ലേ? ഇത് തൈര് കടയുന്നതാണ്. അതൊക്കെ വുഡിലുണ്ടാക്കിയതാണ്. ഇത് പിന്നെ ചിരട്ടയിലുണ്ടാക്കിയ നമ്മുടെ ചോറൊക്കെ കറികൾ ആ ഒരു സാധനം കേട്ടോ. അതുണ്ട് ഇവിടെ. പിന്നെ ഇതെന്തായിരുന്നു? ഫ്രെയിം തന്നെയാണുള്ളത്. ഓക്കെ, ചെറിയ മാലാഖയുടെ ടൈപ്പാണ്. പിന്നെ ഡെക്കറേഷൻസിന്റെ സാധനങ്ങൾ. പിന്നെ ഇവിടെ ബാമ്പുവിന്റെ ട്രൈകളുണ്ട്. ബാമ്പുവിന്റെ വലിപ്പ ടൈപ്പുകളുണ്ട്. അതിന്റെ വലിയ കണ്ടെയ്നറുകളൊക്കെ ഉണ്ട്. അത് ഡ്രസ് ഇടാൻ പറ്റിയ കണ്ടെയ്നർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇത് നമ്മള് നെറ്റിപ്പട്ടങ്ങളൊക്കെയാണ്. കാറിൽ തൂക്കുന്ന ടൈപ്പ് നെറ്റിപ്പട്ടങ്ങൾ. ഇതെന്തായിരുന്നു സാധനം? അതൊക്കെ ഇങ്ങനെ കാറിൽ ഷോക്ക് ഇടുന്ന ടൈപ്പുള്ള വണ്ടികളിലൊക്കെ കാറിൽ വണ്ടിക്ക് കിടന്ന ഷോ പീസുകളാണ് കേട്ടത്. ഇതൊക്കെ അങ്ങനത്തെ നെറ്റിപ്പട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ബൊക്കേകളല്ലേ? ഡ്രൈ ഫ്ലവറിന്റെ ആണത്. ഡ്രൈ ഫ്ലവർ ബൊക്കേകൾ ഉണ്ട് കേട്ടോ അവിടെ. അതാ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എല്ലാം നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡ്രൈ ഫ്ലവർ ബൊക്കേകൾ. പിന്നെ നേരത്തെ കണ്ട പോലത്തെ വഞ്ചികൾ കേട്ടോ, ഹൗസ് ബോട്ടുകൾ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് ചുണ്ടൻവള്ളങ്ങൾ കാര്യങ്ങൾ. പിന്നെ ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൃഷ്ണന്റെ ഒക്കെ രൂപം വേണമെങ്കിൽ കഥകളിയുടെ പോളിമാർബിളിന്റെ ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്ലാസ്റ്റർ പാരിസ് ഉണ്ട്, കൃഷ്ണന്റെ രൂപങ്ങളുണ്ട്. ഫൈബറിന്റെ കഥകളിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനത്തെ. പിന്നെ ഇത് റോസ്വുഡിൽ കാർവില് ഗണപതി അങ്ങനെയുള്ളത്. മാനം പിടിക്കുന്നത് വലിയത്. ഇത് മാൻ ഫൈബറിന്റെ ആണത്. വലിയ മാനാണ്, വലിയൊരു മാനാണ് ഫൈബറിന്റെ. അതുണ്ട്. പിന്നെ ഗണപതിയുടെ തന്നെ വേറെ ഒരു ഇതുണ്ട് ഇവിടെ. ഇത് ഗണപതി വുഡിന്റെ ആണ് കളർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വുഡിന്റെ ബോക്സുകളുണ്ട്. ഷീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ടൈപ്പിന്റെ ബോക്സുകൾ അങ്ങനെ ഒത്തിരി. ഇത് മറ്റേ സീറ്റ് കവറുണ്ടല്ലോ, സീറ്റിലിടുന്നത്. സോഫയിലൊക്കെ നമ്മള് അല്ലെങ്കിൽ കാറിലെ സീറ്റിലിടില്ലേ? കാർ സീറ്റിലൊക്കെ ഇടുന്ന കഥകളിയും പിന്നെ അതേപോലെ ചുണ്ടൻ വെള്ളവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ ഉള്ള ബോക്സുകള്, മുകളിൽ ഗ്ലാസ് ആണ്, അക്രലിക്കിന്റെ ഷീറ്റാണ്. അങ്ങനെ പല വലിപ്പത്തിലുള്ള ബോക്സുകളുണ്ട്. വുഡിൽ ചെയ്തിട്ടുള്ളത്. എല്ലാം വുഡിലാണ്. ഒക്കെ വുഡിൽ എല്ലാം മൊത്തം സാധനങ്ങൾ വുഡിലാട്ടോ വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ മറ്റേ മന്ത്രകോടിയൊക്കെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതുകള് നമ്മള് റെന്റിനും കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഉണ്ടോ? റെന്റിനും ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ റെന്റിനെടുക്കുന്നവർക്ക് റെന്റിനെടുക്കാം, അല്ലെങ്കിൽ വന്ന് വാങ്ങിക്കണവർക്ക് വാങ്ങിക്കാം. പിന്നെ ഞാൻ വെറൈറ്റി കണ്ടത് ഇത് കാളവണ്ടിയിലെ കാളവണ്ടിയുടെ പഴയ നമ്മുടെ കാളവണ്ടിയുടെ രൂപം ഇതാണ്ടോ, വുഡിൽ കുത്തിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ ചർക്ക, നമ്മൾ ഗാന്ധിജിയൊക്കെ ഡ്രസ്സ് നെയ്യാനായിട്ട്. ഇത് ട്രാക്ടറല്ലേ? ഓടുന്നതല്ലേ? കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളത്. അത് ട്രാക്ടറാണ്. ഇതിന് എത്ര റേറ്റ് വരാം ഈ ട്രാക്ടറിന്? 540. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ട്രാക്ടർ ഉണ്ട് ഇവിടെ. പിന്നെ അത് ഇത് കാളവണ്ടി കാളവണ്ടിയും വേറൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടൈപ്പ്. പിന്നെ നല്ലൊരു ഇത് അടിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കാട് ഇങ്ങനെ കാണിക്കുന്ന പോലത്തെ ഒരു കൃഷ്ണന്റെ ആദ്യം തന്നെ. കൃഷ്ണന്റെ ആദ്യം ഉണ്ട് ഇവിടെ. പിന്നെ മീൻ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഷോപ്പീസ് കളിക്കാൻ പറ്റിയ മീനിന്റെ ഒരു ഇതുണ്ട്. ഇതും കാളവണ്ടി ആണ്. കാളവണ്ടി ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ദേവിയുടെ രൂപം, സരസ്വതിയുടെ രൂപങ്ങൾ അതുണ്ട്. ഇതൊക്കെ നമുക്ക് കാറിൽ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കാനും അതിനൊക്കെ പറ്റിയതാണ്. ഇത് ഗുരുദേവന്റെ ഒക്കെ ചെറിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഉണ്ട്. ഇത് ഗണപതിയുടെ ഒരു നല്ല കാറിൽ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതൊക്കെ. ഇത് എന്തായിരുന്നു? ഇത് ചില്ലിന്റെ ആണെന്ന് തോന്നുന്നില്ലേ? അത് പെൻ സ്റ്റാൻഡ് വിത്ത് വിസിറ്റിംഗ് കാർഡ് വെക്കുന്ന ടൈപ്പാണ്. കവർ ചെയ്ത് വെച്ചാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സാധനങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക്
ഇവിടെ ഗണപതിയുടെ രൂപങ്ങളുണ്ട്, ദേവിയുടെ രൂപങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. അതെന്തായിരുന്നു? ഇതൊക്കെ സ്വീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ്, സ്വീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റിയ ആ ഒരു സാധനങ്ങളാണ് വേണത്. വിത്ത് ഹാൻഡിലുള്ള ടൈപ്പ് ഉണ്ട്, കാര്യങ്ങളാണ്. പിന്നെ ഇത് ഗണപതിയുടെ തന്നെ പല പല ടൈപ്പ് രൂപങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. തടിയില് ഹാങ്ങിങ് ടൈപ്പാണ്, വാള ഹാങ്ങിങ് ടൈപ്പാണ്, തടിയില് കർവ് ചെയ്തിട്ടുള്ള ടൈപ്പുകൾ അതുണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് തൂക്കിയിടുന്ന ചെയിൻ, അത് കോക്കനട്ട് ഷെല്ലിൽ ചെയ്തിട്ടുള്ളതാണ്. കോക്കനട്ട് ഷെല്ലിൽ ചെയ്തതാണ്. അതൊക്കെ എല്ലാം കോക്കനട്ട് ഷെല്ലാണ്. മറ്റേത് അലൂമിനിയത്തിന്റെ. അലുമിനിയം എന്നാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ, കാറ്റ് വീശുമ്പോ സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ കോക്കനട്ടിൽ ചെയ്തതാട്ടോ ഇത്. പിന്നെ ഇത് എന്തിന്റെ രൂപമായിരുന്നു? ഇത് ചൈനീസിന്റെ ഒരു ഇതാണ്. അത് വേണ്ടവർക്ക് അതുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ. മുകളില് ഷിപ്പ്, വലിയൊരു ബോട്ടുണ്ട്, വലുതൊരെണ്ണം. വലിയ ബോട്ട് കാണാൻ പറ്റണോ എനിക്കറിയില്ല. വലിയൊരു ബോട്ടിന്റെ അറ്റം മുതൽ ഇറ്റം വരെ വലിയൊരു ബോട്ട് ഇരിക്കുന്നുണ്ട്. 6 അടി ഹൈറ്റ് ഉണ്ടാവും. നമുക്ക് ഭംഗിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ ക്ലോക്കുകള്, അത് തൂക്കുവിളക്കുകളുണ്ട്, തടിയുടെ ബെല്ല്, റോസ്വുഡിന്റെ ക്ലോക്കുകളുണ്ട്. അങ്ങനത്തെ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ അത് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു വലിയൊരു നെറ്റിപ്പട്ടം ഉണ്ട്. വലിയൊരു നെറ്റിപ്പട്ടം ആനയുടെ. അതിന്റെ പല വലിപ്പങ്ങളുണ്ട്, നമുക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അവിടെ കാണിച്ചു കൊടുത്തല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. കോക്കനട്ട് വുഡിന്റെ വലിയ ചട്ടുകളൊക്കെ വലിയ ടൈപ്പുകൾ, പല വലിപ്പമുണ്ടായിരുന്നു, ചെറുതും വലുതും പല ടൈപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെ അത്രയൊക്കെയാണ് ഇവിടെ മറ്റേ ഈ ഒരു ഷോപ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു ഷോപ്പും വരുന്നത് ചേട്ടൻ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. ഈ ഷോപ്പ് വരുന്നത് ചാലക്കുടിയിൽ നിന്ന് 2 കിലോമീറ്റർ, മുരിങ്ങൂര് ഡിവൈൻ സെന്ററിന്റെ അടുത്ത് തന്നെ. അതായത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് വരുന്നവര് ഇന്ത്യൻ കോഫി ഹൗസ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ. അതന്നെ, ഡിവൈൻ്റെ പാലം കയറാതെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഷോപ്പ് ഉണ്ട്. എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾ പാലം ഇറങ്ങിയിട്ട് ഇവിടേക്ക് റൈറ്റ് തിരിഞ്ഞ് സർവീസ് റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണാം. പിന്നെ ഓൺലൈൻ ഡെലിവറി ഇല്ല. പിന്നെ അത്യാവശ്യം ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഡെലിവറിയുടെ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് ചെയ്ത് തരും. അത്യാവശ്യം ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്രയും അത്യാവശ്യമുള്ളവർ ആരെങ്കിലും, അത്ര അത്യാവശ്യമുള്ളവർ മാത്രം ആരെങ്കിലും, അതിനിപ്പോൾ ഡെലിവറി ഓൺലൈൻ ഡെലിവറി ഇല്ല, ആൾ തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത്ര അത്യാവശ്യമുള്ളവർക്ക് ആളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളത് വേണ്ട പോലെ ചെയ്ത് തരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഷോപ്പിലുള്ളത്. അപ്പോൾ ചേട്ടാ വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിന് താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഷോപ്പിൽ വരാം, ചേട്ടനെ വിളിക്കുക, നിങ്ങൾ പ്രൈസൊക്കെ ചോദിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചേട്ടായിട്ട് സംസാരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചേട്ടാ താങ്ക് യു.